ప్రైజ్ ద లార్డ్. ద బెస్ట్ విషెస్ టు యూ అండ్ యువర్ ఫ్యామిలీ మెంబర్స్ ఇన్ ద నేమ్ ఆఫ్ గాడ్. దేవుని నామమునకు మహిమ కలుగును గాక. దేవుని నామం పేరిట మీకును మీ కుటుంబ సభ్యులందరికీ శుభాభివందనములు. ఈ రోజు దేవుని వాగ్దానము టుడే గాడ్స్ ప్రామిస్. చెడు కార్యమును కాక మంచి కార్యమును అనుసరించి నడుచుకొనుము. 3వ యోహాను రాసిన పత్రిక 1వ అధ్యాయం 11వ వచనం. Follow good deeds and not bad deeds. ഗബ്രിയേൽ മാലാഖ പരിശുദ്ധായ മറിയത്തോട് അരുളി ചെയ്ത വേദഭാഗമാണ് വിശുദ്ധ ലൂക്കാ 1:35 തിരുവചനം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. మనము చెడు യേശുവിന്റെ ജനനത്തിന് 740 വർഷങ്ങൾക്ക് മുമ്പ് യേശയ്യാ പ്രവാചകൻ വിവരിക്കുന്ന വേദഭാഗമാണ് യേശയ്യാ 9ാം അധ്യായം 6 മുതൽ 7 വരെ തിരുവചനങ്ങൾ. എന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. വിസ്മരണീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, ശക്തനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്തിലും അവന്റെ ആധിപത്യം നിശ്ചയമാണ്. അവന്റെ സമാധാനം അനന്തവും നീതിയിലും ധർമ്മത്തിലും എന്നേക്കും. അത് സ്ഥാപിച്ച് പരിപാലിക്കാൻ തന്നെ സൈന്യങ്ങളുടെ കർത്താവിന്റെ തീക്ഷ്ണത ഇത് നിറവേറ്റും. പരിശുദ്ധാത്മാവെ ഞങ്ങൾക്ക് എല്ലാം വെളിപ്പെടുത്തുകയും ഞങ്ങൾക്ക് വഴി കാണിച്ചു തരികയും ഞങ്ങളോട് മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം ക്ഷമിക്കുവാനും മറക്കുവാനും കഴിവ് തരുന്ന ദൈവിക ദാനം നൽകുകയും ഞങ്ങളുടെ എല്ലാ ചിന്തകളിലും ഉള്ളവരുമായ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. എത്ര വലിയ ഭൗതിക ആഗ്രഹങ്ങൾ ഞങ്ങളിൽ ഉണ്ടായാലും ഒരു നിമിഷം പോലും അങ്ങയിൽ നിന്ന് അകലുവാനോ വേർപെടുവാനോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിത്യമഹത്വത്തിൽ അങ്ങയോടുകൂടെ ആയിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ പുത്രനായ യേശുവിനെ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഞങ്ങൾ സ്വീകരിക്കുന്നു. അങ്ങയുടെ ദാനവും വാഗ്ദാനവുമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് നിറഞ്ഞ് യേശുവിന്റെ സാക്ഷികളായി ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. మా హృదయాలను మార్చుకొని మా నోటిని జాగ్రత్తగా కాపాడుకునే వారుగా సహాయమును దయచేయండి. నీ జ్ఞానమును, నీ యొక్క వివేకమును మాకు అందరికీ దయచేయండి. ప్రభువా, ఈ లోకంలో తెలుసో తెలియకో చెడ్డ మాటలను పలుకుతూ ఇతరులను దూషించడం వంటివి ఎందరైతే చేస్తున్నారో, అపహేళనగా నడుస్తూ ఉంటారో అట్టి వారందరినీ క్షమించి నీ రక్షణలోనికి నడిపించుకొనమని, అట్టి నీ యొక్క జ్ఞానమును, నీ యొక్క కృపను మాకు దయచేయమని యేసు నామమున ప్రార్థిస్తున్నాను తండ్రి. ఆమేన్.